Welcome to NCERT plus 1 and plus 2 physics. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കണ്ടു. ടർബുലന്റ് ഫ്ലോ, സ്ട്രീം ലൈൻ ഫ്ലോ അതൊക്കെ എന്താണെന്ന് കണ്ടു. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്ന് കണ്ടു. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയുടെ അകത്തെ എന്താണ് 7th പോയിന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ദ വോളിയം നമ്മൾ പഠിച്ചതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ 7th point. The volume of an incompressible fluid passing any point every second in a pipe of non-uniform cross-section is the same in steady flow. അപ്പോൾ steady flow ഏതൊരു പോയിന്റിന്റെയും വോളിയം ഓഫ് steady flow എന്ന് പറയുമ്പോൾ എന്താണ്, we have taken incompressible fluid. അപ്പം അങ്ങനെ ഒരു incompressible fluidന്റെ വോളിയം at any point എന്ന് പറയുന്നത് സെയിം ആണ് steady flowയിൽ. And V is equal to constant. An equation of continuity. And where V is the velocity and A is the area of cross section. The equation is due to mass conservation in incompressible fluid flow. In the conservation of mass, and the mass of liquid which is flowing in is equal to mass of liquid flowing out. That's based on number parayanu. Upon next section 10.4, that is the Bernoulli's principle. അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, which is the Bernoulli's principle. Okay. അപ്പൊ നോക്കുക, ഈ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ഫിനോമിന. അപ്പം നമ്മൾ ഈ സ്റ്റഡി ഫ്ലോയുടെ കേസാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അത് സ്റ്റഡി ഫ്ലോ. ഓക്കെ, അപ്പൊ സ്റ്റഡി ഫ്ലോ എന്താണ്? അപ്പം സ്റ്റഡി ഫ്ലോ, അങ്ങനെയുള്ള സ്റ്റഡി ഫ്ലോ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിന്റെ പാത്തിനെയാണ് നമ്മൾ അതർവൈസ് പറയുന്നത് സ്ട്രീം ലൈൻ ഫ്ലോസ് എന്ന് വിളിക്കും. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മൾ ഇന്നലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ആ സ്റ്റഡി ഫ്ലോയുടെ പ്രത്യേകത അതെല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പം ഇതിന്റെ കുറച്ചേറെ പ്രോപ്പർട്ടീസ്, സ്റ്റഡി ഫ്ലോയുടെ കുറച്ചും കൂടി ഏറെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ സ്റ്റഡി ഫ്ലോയിൽ കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യുകയാണ്. സ്റ്റഡി ഫ്ലോയുടെ പല പോയിന്റ്സിലായിട്ട് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, വീണ്ടും പ്രഷറും വെലോസിറ്റിയും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ല പ്രഷറും ഡെപ്തും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, സപ്പോസ് ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കാം. പൈപ്പാണ്, ദിസ് വൺ. ഓക്കെ, ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതൊരു പൈപ്പാണ്, ഇതിൻ്റെ അകത്ത് കൂടെ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഈ ഭാഗത്തു നിന്നും എന്താണ് ഇങ്ങോട്ട് ലിക്വിഡ് ഫ്ലോ ചെയ്ത് പോവുകയാണ്. അപ്പം ഈ പൈപ്പിന് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വേരിയിങ് ആണ്. അത് പല ഏരിയാസ് ഓഫ് ക്രോസ് സെക്ഷൻ ആണ് പല സ്ഥലത്ത്. ഇവിടെ ഉള്ള ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇവിടുത്തെ ഏരിയയുടെ വാല്യൂ ഒന്നാണെങ്കിൽ ഇവിടുത്തെ ഏരിയയുടെ വാല്യൂ മറ്റൊന്നായിരിക്കും. അങ്ങനെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന പൈപ്പിന്റെ. ആൻഡ് അത് മാത്രമല്ല, ഈ പൈപ്പ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരേ ഹൈറ്റിലല്ല കിടക്കുന്നത്. അത് ഇപ്പം ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൈപ്പിന്റെ ഈ അറ്റം എന്ന് പറയുന്നത് H1 ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. നേരെ മറിച്ച് പൈപ്പിന്റെ ഇങ്ങേ അറ്റം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അത് ആ സെയിം ലെവലിൽ നിന്ന് H2 ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. അപ്പൊ പൈപ്പ് എന്ന് പറയുന്നത് വേരിയിങ് ഹൈറ്റിലുമാണ് നിൽക്കുന്നത്. ഇങ്ങനെ ശരിക്കും വേറെ വേരിയിങ് ഹൈറ്റിലുമാണ് നിൽക്കുന്നത്. അപ്പം ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, പൈപ്പിന്റെ അകത്ത് നടക്കുന്നത് ഒരു സ്റ്റഡി ഫ്ലോ ആണ്. ആൻഡ് നമ്മൾ എടുക്കാൻ പോകുന്ന ലിക്വിഡ് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഇൻ സ്റ്റഡി ഫ്ലോ ആണ് ഈ പൈപ്പിൽ എന്നാണ് നമ്മൾ കരുതുന്നത്. സ്റ്റഡി ഫ്ലോയുടെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിരുന്നു. സ്റ്റഡി ഫ്ലോ എന്താണെന്നൊക്കെ നമുക്കപ്പോൾ അറിയാം അല്ലേ. അപ്പം ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് സ്റ്റഡി ഫ്ലോ ത്രൂ ദിസ് പൈപ്പ്, അതാണ് നമ്മൾ ഇവിടെ വരുന്നത്. അങ്ങനെയാണ് പോകുന്നത് വഴി. അപ്പൊ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ ഓൾറെഡി ഇതൊക്കെ കണ്ടാണ്. ഇൻകംപ്രസിബിൾ മീൻസ് അതിന്റെ റോ വാല്യൂ എന്ന് പറയുന്നത്, റോ മീൻസ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ചെയ്യത്തില്ല അണ്ടർ പ്രഷറിന്റെയോ ടെമ്പറേച്ചർ വേരിയേഷൻ ഒന്നും കൊണ്ട്. ഡെൻസിറ്റി വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഒരു ഫ്ലൂയിഡ് ഒരു സ്റ്റഡി ഫ്ലോയിലാണ് ഈ പൈപ്പിൽ പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മളുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? അവർ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് AV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെ. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. സ്റ്റഡി ഫ്ലോ അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എല്ലാം കണ്ടതാണ്.
അപ്പം ഈ ഒരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ അകത്ത് നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം, ഏരിയ എവിടെയാണോ കൂടുതൽ അവിടെ വെലോസിറ്റി കുറവായിരിക്കും. ഏരിയ എവിടെയാണോ കൂടുതൽ അവിടെ വെലോസിറ്റി കുറവായിരിക്കും. സച്ച് ദാറ്റ് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ് ആവാൻ വേണ്ടി. ഇനി ഏരിയ എവിടെയാണോ കുറവ് അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. സച്ച് ദാറ്റ് മൊത്തം എ വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ ഫ്ലൂയിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുമ്പോൾ പല സ്ഥലത്ത് പല വെലോസിറ്റി ആയിരിക്കും. ഇവിടെ ഒരു വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ ഇപ്പൊ V1 ആണെങ്കിൽ ഇവിടെ V2 ആയിരിക്കും. ഓക്കെ, അതിന്റെ വെലോസിറ്റി വ്യത്യാസപ്പെട്ടിട്ടായിരിക്കും ഇരിക്കുക. ഓരോ പോയിന്റിലും വെലോസിറ്റി മസ്റ്റ് ചേഞ്ച്, എന്നാലും നമുക്ക് ഈ കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് അവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഉറപ്പായിട്ടും ഇപ്പൊ വെലോസിറ്റി, ദാറ്റ് മീൻസ് വെലോസിറ്റി ചേഞ്ചസ് അക്രോസ് ദ പൈപ്പ് അല്ലെ, വെലോസിറ്റി ചേഞ്ചസ് അക്രോസ് ദ പൈപ്പ്. അപ്പം നമുക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റിയുടെ ഒരു ഇൻക്രിമെന്റ് അല്ലെ ഡിക്രിമെന്റിനാണ് നമ്മൾ ആക്സിലറേഷൻ ഡിസലറേഷൻ ഒക്കെ വിളിക്കാം. അപ്പൊ എന്തെങ്കിലും ഒരു ഫോഴ്സ് ആയിരിക്കും ഇങ്ങനെ ഒരു വെലോസിറ്റി ചേഞ്ച് അതിന് കൊടുക്കുക. അപ്പം ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു പൈപ്പിൽ വെള്ളം പോകുമ്പോഴാണ് ഈ വെലോസിറ്റി, അതിന് പൈപ്പിന്റെ അകത്ത് ഇങ്ങനെ വെള്ളം പോകുമ്പോൾ പല ഭാഗത്ത് പല വെലോസിറ്റി എന്ന് പറയും. അപ്പൊ അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ആരാ കൊടുക്കുന്നത്? ഇതിന്റെ അകത്ത് ഈ ഫ്ലൂയിഡ് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ എന്താ, അതിന്റെ അകത്ത് പ്രഷർ, ദാറ്റ് മീൻസ് ഈ പ്രഷർ ആണ് അതിന് ആ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ വെലോസിറ്റി. അപ്പം ഇതിന്റെ അകത്തെ പ്രഷർ എന്ന് പറയുന്നത് ആണ് ഇതിന് റെസ്പോൺസിബിൾ. ദാറ്റ് മീൻസ് പ്രഷർ ആണ് ഈ ഒരു ആക്സിലറേഷൻ അല്ലെ ഡിസിലറേഷൻ ഓഫ് ദ ഫ്ലൂയിഡിനെ ഉണ്ടാക്കുന്നത്. പ്രഷർ ആണ് ഈ വെലോസിറ്റി ചേഞ്ചിനെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം ചില ഭാഗത്ത് പ്രഷർ കൂടുമ്പോൾ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, പ്രഷർ ചില ഭാഗത്ത് കുറയുമ്പോൾ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു. എനിവേ പ്രഷർ ആണ് ആ വെലോസിറ്റി ചേഞ്ചിനെ അവിടെ കൊണ്ടുവരുന്നത്. അപ്പം ആ ബന്ധമാണ് നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിലൂടെ ഇനി കാണാൻ പോകുന്നത്. വിത്ത് പ്രഷർ ചേഞ്ച് വെലോസിറ്റിക്ക് എന്താണ് വെലോസിറ്റി വാല്യൂവിന് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. സോ പ്രഷർ ഇസ് the thing which is making the force that causes the velocity to change. അപ്പൊ അതാണ് സംഭവം. അപ്പം ബെർണോളിസ് ഇക്വേഷൻ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗ വി വിൽ സീ എ ബെർണോളിസ് ഇക്വേഷൻ. അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പം ഈ ബെർണോളിസ് ഇക്വേഷൻ ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഷർ ചേഞ്ച് അത് ഇപ്പം ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ഇപ്പൊ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. രണ്ട് പോയിന്റ്, ഈ ഭാഗത്തെയും അതുപോലെ ഈ ഭാഗത്തെയും പ്രഷർ, ഒരു പ്രഷർ P1 മറ്റൊരു പ്രഷർ P2 എന്ന് കൊടുത്തിരിക്കുന്നു. ഈ പ്രഷറിനെ P1 എന്നും ഈ ഇതിന്റെ പ്രഷർ P2 എന്ന് എടുക്കുന്നത്. അപ്പം ഈ രണ്ട് ഭാഗത്തെ പ്രഷർ എന്ന് പറയുന്നത്, അപ്പം അതിപ്പോ രണ്ട് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റിലെ P1 ഈ ഒരു പോയിന്റിലെ P2 ആണെങ്കിൽ, കൺസിഡർ ഈ രണ്ട് പോയിന്റ് ആണെങ്കിൽ, ഈ രണ്ട് പോയിന്റിലെ പ്രഷർ ഇവരുടെ വെലോസിറ്റിയുമായിട്ട് എങ്ങനെയാണ് ബന്ധം വരുന്നത്? പ്രഷർ ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വെലോസിറ്റി. അപ്പൊ നമുക്കറിയാം വെലോസിറ്റി മീൻസ് വെലോസിറ്റിക്ക് അനുസൃതമായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരാളാണ് കൈനറ്റിക് എനർജി. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ചേഞ്ച് എന്താണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹൈറ്റും ഇവിടെ നമ്മൾ എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറ്റ് എ ഹൈറ്റ് h1 ആൻഡ് ദിസ് പോയിന്റ് ഇസ് അറ്റ് എ ഹൈറ്റ് h2. അപ്പം ഈ h ആയിട്ട്, ഹൈറ്റ് ആയിട്ട് ഇതിന് എന്താണ് എലിവേഷൻ വെച്ചിട്ട് അതിന് എന്ത് പ്രഷറിന് എന്ത് വ്യത്യാസമുണ്ട്? ഹൗ പ്രഷർ ഇസ് റിലേറ്റഡ് ടു V, ഹൗ പ്രഷർ ഇസ് റിലേറ്റഡ് ടു h എന്നാണ്. എന്ന് നമുക്കറിയാം ഹൈറ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആരാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പം അതെങ്ങനെയാണ്? അതാണ് ബേസിക്കലി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഡാനിയൽ ബെർണോളി. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പ്രിൻസിപ്പിൾ, ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്ന് ഒരു കാര്യം അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം, ഇതിന്റെ ഡെറിവേഷൻ വരാം. അപ്പം രണ്ട് റീജിയൻസിന്റെ ഫ്ലോ നമ്മൾ ഈ പടത്തിന്റെ അകത്ത് നിന്നും രണ്ട് റീജിയൻസിലെ ഫ്ലോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അത് റീജിയൻ 1 ആൻഡ് റീജിയൻ 2. റീജിയൻ 1 എന്ന് പറയുന്നത് ഇതാണ്, ദറ്റ് ഇസ് ദിസ് BC. ഈ BC എന്ന് പറയുന്നതാണ് റീജിയൻ 1 ആൻഡ് റീജിയൻ 2 എന്ന് പറയുന്നത് ദിസ് ഇസ് റീജിയൻ 2. റീജിയൻ 2 ഇസ് DE. ഓക്കെ, BC എന്ന് പറയുന്ന അവിടുത്തെ ഫ്ലോയും വെള്ളം ഇങ്ങനെ B നിന്ന് C വരെ ഒഴുകുന്നതും, അതുപോലെ ഫർദർ C to D അത് ഒഴുകും, പിന്നെ D to E. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന റീജിയൻ ഈ BC എന്ന് പറയുന്ന റീജിയനും DE എന്ന് പറയുന്ന ഈ ഒരു റീജിയനുമാണ്. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുക, വെള്ളം ആദ്യം എന്താണ് ഈ ഒരു ബിയുടെ ഈ ബിയുടെയും ബി ആണല്ലോ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ ഡി എന്ന് പറയുന്നതാണ് ഈ ഡിയുടെ റീജിയന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡി ആണ്. അപ്പം ഇതിന്റെ അകത്ത് വെള്ളമുണ്ട് അല്ലെ. അപ്പം ഇതിന്റെ അകത്ത് ഈ വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം
ഒരു ഇൻഫിനിറ്റ്ലി സ്മോൾ ടൈമായ ഡെൽറ്റ ടി, ഒരു ഇൻഫിനിറ്റ്ലി വളരെ ചെറിയൊരു സമയത്ത് തന്നെ എന്താണ് ഇതിന്റെ അകത്തുള്ള ഈ വെള്ളത്തിനൊരു മൂവ്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓരോ മൂവ്മെന്റിലും അതിന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ ഡെൽറ്റ ടിയുടെ ഒരു ഇന്റർവെൽ ആണ് നമ്മളോട് എടുക്കാൻ പോകുന്നത്. അപ്പം ഈ ബി എന്ന് പറയുന്ന ഈ പോയിന്റില് ഒരു വെള്ളത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് v1 ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഇസ് സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് ബി എന്ന് പറയുന്നതിനെ നമ്മൾ v1 ആയിട്ട് എടുക്കുന്നു. ആൻഡ് ഇപ്പൊ ഡി എന്ന് പറഞ്ഞ ഈ പോയിന്റില്, ഈ ഡി എന്ന് പറഞ്ഞ ഈ പോയിന്റില് വെള്ളത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് v2 ആണെന്ന് വിചാരിക്കാം. അത് v2 ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം രണ്ട് നമ്മൾ എടുക്കുന്നു. അപ്പം എന്ത് പറ്റി? ദ ഫ്ലൂയിഡ് വിച്ച് ഇസ് ഇനീഷ്യലി അറ്റ് ബി, അത് ബിയിൽ ഉണ്ടായിരുന്ന ഈ ഫ്ലൂയിഡ് സി എന്ന് പറയുന്നത് ബിയിൽ ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് ഇങ്ങനെ കറങ്ങി, നമ്മൾ ബി സി എന്നാണല്ലോ ഫസ്റ്റ് റീജിയൻ എടുത്തത്, ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് വരെ ആ ഫ്ലൂയിഡ് എത്തി. ഒരു ഡെൽറ്റ ടി സമയത്ത് എത്തി എന്ന് വിചാരിക്കുക. ഒരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ കുഞ്ഞു സമയത്തിൻ്റെ അകത്ത് എത്തിയിരുന്നുവെങ്കിൽ അപ്പം എത്രമാത്രം ഡിസ്റ്റൻസ് അത് കവർ ചെയ്തു? Distance, or you can say displacement of the liquid അല്ലെങ്കിൽ of the fluid from B to C in time interval delta t എന്ന് പറയുന്നത് നമുക്കറിയാം velocity is equal to displacement divided by time. So displacement എന്ന് പറയുന്നത് എന്താണ്? Velocity into time. അപ്പം ബിയിൽ ഉണ്ടായ വെലോസിറ്റി ആണ് v1 ആൻഡ് ടൈം ഇന്റർവെൽ ഡെൽറ്റ ടി ആണ്. സോ ദാറ്റ് ഇസ് ഡെൽറ്റ ടി. അപ്പം ഈ ഡെൽറ്റ v1 ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അത് വി സിയില് ബി ടു സി എന്ന് പറയുന്ന അവിടെ എന്ന് പറഞ്ഞാൽ വളരെ ബിയും സിയും ഒക്കെ അടുത്തടുത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഇന്റർവെല്ലില് വെള്ളം ഇങ്ങനെ ബിയുടെയും ഡിയുടെയും ഇടയിൽ കിടക്കുവാണെന്നാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ വെള്ളം ഡിയുടെ ഇടയിൽ കിടക്കുന്ന വെള്ളത്തിനെ കുറിച്ച് വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഈ രണ്ട് റീജിയൻസ് ബി സിയും ഡിയും കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ അതേ സമയത്ത് തന്നെ വെള്ളം ഡിയുടെ എത്തുന്ന ഇ എന്ന് പറഞ്ഞ പോയിന്റിലേക്കും എത്തിയിട്ടുണ്ടാവാം. അപ്പം അത് കവർ ചെയ്ത് അത്രയും ഡിസ്പ്ലേസ്മെന്റ് വെള്ളത്തിന് അപ്പം ഉണ്ടായ ഡി മുതൽ ഇ വരെ അത് പോവാനുണ്ടായ എത്രമാത്രം ഡിസ്റ്റൻസ് അത് കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡിയുടെ അവിടുത്തെ വെലോസിറ്റി ടൈം ഇന്റർവെൽ കൊണ്ട് ഇതുപോലെ മെഷർ ചെയ്ത നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഫ്രം ഡി ടു ഇ ഇൻ ദ സെയിം ഇന്റർവെൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത് v2 ഡെൽറ്റ ടി ആണ്. ഓക്കെ, അപ്പം ഇനി ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, അപ്പം ഈ ഒരു സെയിം ഇന്റർവെല്ലിൽ തന്നെ അപ്പം ഈ ഒരു ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ തന്നെ ഡിയിലുള്ള വെള്ളം ഇയിലേക്ക് മൂവ് ചെയ്തു. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് v2 ഡെൽറ്റ ടി. ഓക്കെ, ആൻഡ് നമ്മളിവിടെ ഈ രണ്ട് ഏരിയാസ് എടുക്കുകയാണ്. വി ഹാവ് ടു ഏരിയാസ് ഹിയർ. അത് ദിസ് പർട്ടിക്കുലർ ഏരിയ, ഇതിനെയാണ് A1 എന്ന് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് പർട്ടിക്കുലർ ഏരിയ A2. ഇതാണ് ആ രണ്ട് ഫേസസിലെ ഏരിയ. അപ്പം ആ രണ്ട് ഫേസസിലും ഉണ്ടാവുന്ന പ്രഷറാണ് എ എന്ന് പറഞ്ഞ ഫേസ് A1 എന്ന് പറഞ്ഞ ഏരിയയിൽ ഉണ്ടാവുന്ന പ്രഷർ P1ഉം A2 എന്ന് പറഞ്ഞ ഈ ഏരിയയിൽ ഉണ്ടാവുന്ന പ്രഷർ P2ഉമായിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ എടുത്തിരിക്കുന്നു. ഇനി നോക്കുക, ഈ ലെഫ്റ്റ് എൻഡ് ബി സിയിൽ, അത് ഈ ബി സി എന്ന് പറയുന്ന ഈ ലെഫ്റ്റ് എൻഡില് ഫ്ലൂയിഡിലേക്ക് കൊടുക്കുന്ന വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ലെഫ്റ്റ് എൻഡ് ആണ് ഞാൻ എടുക്കുന്നത്. ദാറ്റ് ഇസ് റീജിയൻ 1 എന്ന് ഞാൻ കൺസിഡർ ചെയ്ത അവിടെ, അതായത് ബി സിയില് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, ഓൺ ദ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഫ്ലൂയിഡിലേക്ക് ചെയ്ത വർക്ക് സേ ദാറ്റ് ഇസ് W1 എന്ന് കൊടുക്കുകയാണെങ്കിൽ യുനോ വർക്ക് ഡൺ ഇസ് ഇൻ ജനറൽ നമ്മുടെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് F.dx എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രം പ്രഷർ റിലേറ്റഡ് ആയിട്ട് നമുക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതാം. സോ സിമിലർലി ആ ലെഫ്റ്റ് എൻഡിൽ കൊടുക്കുന്ന പ്രഷർ P1 ആണ് ആൻഡ് ഏരിയ ഈസ് A1
ആൻഡ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് B to C വരെ അതിന്റെ ആ ഒരു ചെറിയ B to C എന്ന് പറഞ്ഞ ഈ റീജിയനിലെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരുന്നു? ദാറ്റ് ഇസ് V1 ഡെൽറ്റ ടി. സോ ദിസ് ഇസ് V1 ഡെൽറ്റ ടി. അപ്പൊ നോക്കുക, ഇനി നമുക്ക് ഈ ഒരു A1 V1 ഡെൽറ്റ ടി ഇതിനെ ചിന്തിക്കുക. A1 V1 ഡെൽറ്റ ടി. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ ഇടാം. ഓക്കെ, A1 V1 ഡെൽറ്റ ടി. അപ്പം ഇതിന് ഈ വെലോസിറ്റിയെ V1 എന്ന് പറയുന്ന ആ സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് HB എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർമലി എത്രമാത്രം ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിന്റെ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതായിരിക്കും അല്ലെ? ഫ്ലൂയിഡ് വിഡ്ത്ത് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. എത്രത്തോളം അങ്ങോട്ട് പോയി എന്നുള്ളതിന്റെ ഡിവൈഡ് ബൈ ടൈം തന്നെ ആയിരിക്കും. അതർവൈസ് ദ ലെങ്ത് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ടൈം നമുക്ക് പറയാം അല്ലെ? അത് തന്നെ ആയിരിക്കും. So I could write this like L1 by delta t into delta t നമുക്ക് ചെയ്താലോ. ഈ V1 പകരം വെലോസിറ്റി സം ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. അപ്പം ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആ ലെങ്ത് ഓഫ് ദ ഫ്ലൂയിഡ് എന്നുള്ള വിഡ്ത്ത് ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും. അപ്പൊ എനിക്ക് വെലോസിറ്റിക്ക് ഈ ഇക്വേഷൻ ഇതാ. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് എനിക്ക് ഡെൽറ്റ ടി ക്യാൻസൽ ആയി. സോ നൗ വി ഹാവ് ഏരിയ ആൻഡ് into length. Area into length will give you volume in general. Okay, so that is demonstrated by V1 and V1 എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ നോക്കുക, ഇതിന് എനിക്ക് ഡെൽറ്റ V1 എന്നാണ് ഞാൻ എഴുതാൻ പോവുക. ഡെൽറ്റ V1. ഓക്കെ, ഡെൽറ്റ V1 എന്നാണ് ഞാൻ എഴുതുക. ബിക്കോസ് എന്താണ് ഡെൽറ്റ തൽക്കാലം ഓക്കെ ഡെൽറ്റ V1 എന്ന് കൊടുക്കാം. ആൻഡ് സി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾക്ക് അറിയാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമ്മൾ പഠിച്ചൊരു കാര്യം, ഒരു പർട്ടിക്കുലർ ടൈമിൽ എപ്പോഴും എന്താ സെയിം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും. ഇപ്പൊ നമ്മള് BC എന്ന് പറയുന്ന ഈ റീജിയനിലും BC എന്ന് പറഞ്ഞ ഈ റീജിയനിലും D എന്ന് പറഞ്ഞ ഈ ഒരു റീജിയനിലും രണ്ടിലും എപ്പോഴും എന്താണ് സെയിം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് സെയിം. അപ്പൊ ഡെൽറ്റ V1 എന്ന് പറയുന്നതും അതുപോലെ ഇവിടുത്തെയും ഇനി നമ്മൾ വോളിയം എടുക്കും D2. അതെന്ന് പറയുമ്പോൾ ആ വോളിയം എല്ലാം സെയിം ആണ്. സെയിം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും എന്താണ് പാസ് ചെയ്യുന്നത് രണ്ട് റീജിയൻസിലേക്കും നമ്മൾ അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. സോ ഡെൽറ്റ V1 എന്നുള്ളത് നമുക്ക് ഡെൽറ്റ V എടുത്താൽ മതി. ഇവിടെ നമ്മൾ ഡെൽറ്റ V എന്ന് ഡെൽറ്റ വൈ വി ആർ പുട്ടിങ് ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാല് ദ വാട്ടർ ഇസ് മൂവിങ് ഫ്രം B to C. അപ്പം വാട്ടറിന് ഒരു ചേഞ്ച് ഓഫ് വോളിയം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ചേഞ്ച് ഓഫ് വോളിയം എന്നല്ല, അത്രമാത്രം വോളിയം, ദറ്റ് മച്ച് വോളിയം ഓഫ് വാട്ടർ ഈസ് മൂവിങ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡെൽറ്റ V എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഈ A1 V1 ഡെൽറ്റ ടിക്ക് പകരം we can write it like P1 ഡെൽറ്റ V എന്ന് എഴുതാൻ പറ്റും. അത് നമ്മൾ എഴുതി. അപ്പൊ ഇനി എന്താണ് ഈ ഡെൽറ്റ V എന്ന് പറയുന്ന ഇത്രയും തന്നെ വെള്ളമാണ് എവിടെ കൂടിയും പാസ് ചെയ്യുന്നത്, ഈ ഡിയിലൂടെയും തീർച്ചയായിട്ടും പാസ് ചെയ്യുന്നത്. അപ്പം അത്രയും തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും അവിടെയും പാസ് ചെയ്യുന്നത്. അപ്പം എത്രമാത്രം അത്രയും എന്താണല്ലോ പാസ് ചെയ്യും ഫ്രം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസർവേഷൻ ഓഫ് മാസ് എവിടെ എഴുതാൻ പറ്റുള്ളൂ. അപ്പം വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ചെന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇക്വേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വരും. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് അറ്റ് ദ അതർ എൻഡ് നോക്കാം. അറ്റ് ദ റീജിയൻ ഡി എന്ന് പറയുന്ന റീജിയനിൽ ഫ്ലൂയിഡ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അതർവൈസ് എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു സേ ദാറ്റ് ഈസ് W2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ T2 A2 V2 ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പൊ സെയിം ഇവിടെ പറഞ്ഞ പോലെ തന്നെ P2 into ഡെൽറ്റ V എന്ന് വരും. കാര്യം സെയിം എമൗണ്ട് ഓഫ് വോളിയം ആണ് പാസ് ചെയ്യുന്നത്. അപ്പം വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ് എന്ത് ഇത് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്തിനാ വർക്ക്? സോ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ഇസ് ദ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് ചെയ്യുന്ന വർക്കാണ്. ഓക്കെ, ബിക്കോസ് അതെന്തുകൊണ്ടാണ് നമ്മളിവിടെ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡും ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡും വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കുക, സി ഇവിടെ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ആയിട്ട് അത് പ്രഷർ ഈ ഡയറക്ഷനിലാണ്, പ്രഷർ ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ടാണ് ഇത് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ആയി. ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്രഷറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ P2 എന്ന് പറഞ്ഞ പർട്ടിക്കുലർ P2 എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും വരിക. സോ
അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ഈസ് ഗിവൺ ബൈ ദിസ് വൺ. അപ്പം വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറയണമെങ്കിൽ പ്രഷർ ഇങ്ങോട്ടല്ലേ വരിക. സോ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നേരെ തിരിച്ച് നെഗറ്റീവ് P2 ഡെൽവി എടുക്കണം. കാര്യം P1 പുഷ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് പ്രഷർ P1ന്റെ അതേ ഡയറക്ഷനിൽ വെള്ളം ഫ്ലോ ചെയ്യുന്നത്. എന്നാൽ P2ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഓക്കെ, P1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും P2ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പം ആ വെള്ളത്തിനെ P2 എന്താണ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, ഫ്ലൂയിഡിലേക്ക് P2 ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് തിരിച്ചെടുക്കണം. ആ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ് ഇപ്പൊ കണ്ടുപിടിച്ചത്. സോ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് is equal to minus P2 delta V. അപ്പം നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് രണ്ട് വർക്ക് ആണുള്ളത്. ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് ഈസ് W1 plus W2. Okay, so this is work done on the fluid. So see here we will put W2. Okay, so this is let this be some W, let it be some W2 or yeah, otherwise yeah, let it be like work done by the fluid. Then this is the work done on the fluid, that is W2. So total work done means W1 plus W2 ആണ് total work done, which is given by നമ്മൾ W1 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? work done on the fluid at the region BC, which is P1 delta V, and work done on the fluid, this is in the region what? DE, right? Work done on the fluid. Okay, so yeah, that's equal to minus P2 delta V. Okay, so P1 delta V minus P2 delta V. അപ്പം ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് ഡെൽറ്റ വി കോമൺ എടുക്കാം. സോ ദാറ്റ് വിൽ ബിക്കം P1 മൈനസ് P2, ഡെൽറ്റ വി ഇൻറ്റു P1 മൈനസ് P2 എന്ന് എഴുതാം. അപ്പം ഇത്രയും വർക്ക് ആണ് ഉള്ളത്. Okay, so we are going to apply energy conservation. So obviously ഇതിന്റെ ഇത്രയും വർക്ക്, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇതിന്റെ കുറച്ച് എനർജി ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടം വരെ ട്രാവൽ ചെയ്യാണ്, പോവാണ്. അപ്പം ഈ ഇത്രയും വർക്കിന്റെ ഇതാണ് ടോട്ടൽ വർക്ക്. ഇതിന്റെ കുറച്ച് ഭാഗം അത് ആ ഫ്ലൂയിഡിന് കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യാനും കുറച്ച് ഭാഗം ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടും. ഓക്കെ, സോ ഇപ്പൊ സപ്പോസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് നമ്മളൊരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണ്. സപ്പോസ് ദാറ്റ് ഇസ് റോ, ആൻഡ് ദെൻ എത്രമാത്രം ഒരു ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ടൈമിൽ മാസ് ഓഫ് ഫ്ലൂയിഡ് പാസിംഗ് എന്ന് പറയുന്നത്, മാസ് ഓഫ് ഫ്ലൂയിഡ് ദാറ്റ് ഇസ് പാസിംഗ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യുനോ മാസ് ഈക്വൽ ടു റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, റൈറ്റ്? സോ നമ്മുടെ ദിസ് വൺ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഇസ് പാസിംഗ് അറ്റ് ടൈം ഡെൽറ്റ ടി മീൻസ്, സോ ദാറ്റ് ഇസ് എത്രമാത്രം പാസ് ചെയ്യുന്നു എന്നുള്ളതിനെ കണക്കാക്കാൻ ഡെൽറ്റ കൊണ്ട് റെപ്രസെന്റ്. ഡെൽറ്റ എം വിൽ ബി റോ ഇൻറ്റു എത്രമാത്രം വോളിയം, ബിക്കോസ് മാസ് റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു വോളിയം. സോ ഡെൻസിറ്റി ഇൻറ്റു എത്രമാത്രം വോളിയം ആണോ അത്രയും പാസ് ചെയ്യുന്നത്, അതായിരിക്കും മാസ് ഓഫ് ദ ഫ്ലൂയിഡ് വിച്ച് ഇസ് പാസിംഗ്. ഓക്കെ, ഒരു ഡെൽറ്റ ടി ടൈമിൽ പാസ് ചെയ്യുന്നത് ഇത്രയും എന്താണ് ഫ്ലൂയിഡ് ആയിരിക്കും ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈമിൽ പാസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഗ്രാവിറ്റേഷണൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി. സോ വാട്ട് ഇസ് ദ ഗ്രാവിറ്റേഷൻ? അപ്പം അങ്ങനെ ഈ ഒരു ടൈമിൽ, ഈ ഒരു ഡെൽറ്റ ടി എന്ന് പറയുന്ന ഈ ഒരു ടൈം ഇന്റർവെല്ലിൽ അതിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കാം? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മീൻസ് യുനോ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ഇസ് വാട്ട്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നമുക്കറിയാം, ദറ്റ് ഇസ് mgh. ഇവിടെ എമ്മിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്താം? മാസ് ഓഫ് ഫ്ലൂയിഡ് പാസിംഗ് എന്ന് പറഞ്ഞാൽ റോ ഡെൽറ്റ വി ആണ്. സോ റോ ഡെൽറ്റ വി ജി ഇൻറ്റു ഈ ഒരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. സോ
ഇതിന്റെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞ എലിവേഷൻ എത്രയാണ്? ഈ പോയിന്റിൽ H2ഉം ഈ പോയിന്റിൽ H1ഉം. സോ ഇൻറ്റു H2 മൈനസ് H1. ആൻഡ് വാട്ട് അബൌട്ട് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്തായിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയത്ത് ഈ ബി എന്ന് ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്യുന്ന എന്ന് പറയുന്നത് ഈ പൈപ്പിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയത്തിൽ എത്രമാത്രം ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു അതിന്റെ മാസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്കറിയാം ദാറ്റ് ഇസ് mgh. അപ്പൊ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാസിന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്തത് ഇൻ ടേംസ് ഓഫ് റോ ആൻഡ് വി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇപ്പൊ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനും നമുക്കറിയാം കൈനറ്റിക് എനർജി ഇസ് ഹാഫ് എം വി സ്ക്വയർ. സോ ഇവിടെ നമ്മൾ ഹാഫ് എമ്മിന് പകരമാണെന്ത് റോ ഡെൽറ്റ വി ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ആൻഡ് വോളിയം ആൻഡ് ദെൻ വി സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വരുമ്പോ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറഞ്ഞ പോയിന്റ് എത്തുമ്പോഴുള്ള സ്പീഡ് v2 ആണ് ആൻഡ് v സ്റ്റാർട്ടിംഗിൽ v1 ആണ്. സോ v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വർക്ക് എനർജി തിയറം ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അത് എത്രമാത്രം വർക്ക് ആണ് ഡൺ, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇതാണ്. വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഡെൽറ്റ വി ഇൻറ്റു p1 മൈനസ് p2. ആൻഡ് അതെന്ന് പറയുന്നത് എന്താണ്? അത് പാർട്ട് ഓഫ് ദാറ്റ് വിൽ ഗോ ഫോർ ചേഞ്ചിങ് ഇൻ ദ കൈനറ്റിക് എനർജി ആൻഡ് അതർ വിൽ ഗോ ഫോർ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ അതിനെ രണ്ടിനെയും, അത് ഈ മൂന്ന് ഇക്വേഷൻസിനെ, ഈ ഇക്വേഷനെ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് p1 മൈനസ് p2 ഡെൽറ്റ വി, ബിക്കോസ് അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, അത് വെച്ചിട്ടാണ് വർക്ക് എനർജി തിയറം അനുസരിച്ച് p1 മൈനസ് p2 ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു ഡെൽറ്റ വി v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ പ്ലസ് റോ ജി ഡെൽറ്റ വി h2 മൈനസ് h1. This is work done എന്ന് പറയുന്ന total energy. Work done is the total energy. Work done will be equal to the change in total energy, that is the kinetic energy plus potential energy. അപ്പൊ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ ടേമിനെയും നമ്മൾ നേരെ ചെയ്താവേ. I just write it. ഞാൻ ഇച്ചിരി കൂടെ ഇനി അത് ഡിവൈഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നേരെ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ വർക്ക് എനർജി തിയറം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, so according to work energy theorem, we can write the above equation as P1 minus P2 delta V. This is the total work done on the fluid is equal to kinetic energy, change in kinetic energy, the capital V, okay, plus potential energy, change in potential energy, rho G delta V into H2 minus H1. Now I'll divide it with the delta V. കാരണം delta V എന്ന് പറയുന്നത് എല്ലായിടത്തും ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. In that case, how it will be? എന്നിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ ഈ ഡെൽറ്റ വി ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. p1 മൈനസ് p2 is equal to half rho into v2 square minus v1 square plus rho g into h2 minus h1 വരും. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഈ 1 ഉള്ള ടേംസിനെല്ലാം ഒന്നായിട്ടും 2 ഉള്ള ടേംസിനെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഉണ്ട്, 1 ഉള്ള ടേമിനെല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെയിറ്റിംഗ് ചെയ്യും. സോ p1 1 ഉണ്ട്. നോക്കുക, ഇത് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഹാഫ് റോ v2 സ്ക്വയർ മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ എന്ന് വരും. അപ്പൊ മൈനസ് ഹാഫ് റോ v1 സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? അത് പ്ലസ് ആവും, പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ ആവും. അതിന് ഇവിടെ റോ ജി h2 മൈനസ് റോ ജി h1. അപ്പൊ റോ ജി h1നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ആൻഡ് ഈ റൈറ്റ് ഹാൻഡ് സൈഡില് p2നെ മാത്രം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പം അതിൻ്റെ ബാക്കിയുള്ള ടേംസിനെ ഇങ്ങനെ എഴുതാം, റോ ജി h2. അപ്പൊ ഞാൻ ഇതിങ്ങനെ എഴുതി. അത് ഞാൻ 2 പോയിന്റ്സ് ആയിരുന്നു എടുത്തത്, 1 എന്നും 2 എന്നും. അപ്പൊ ആ 2 പോയിന്റ്സിലായിട്ട് എനിക്ക് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമായിട്ട് ആ 2 പോയിന്റ്സിന്റെ പ്രഷർ, ടോട്ടൽ എനർജി ഇക്വേഷൻസ് എനിക്ക് എഴുതാൻ പറ്റി. ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയും കൂടെ എഴുതാൻ പറ്റി. സോ ദിസ് ഇസ് ദ ബെർണോളീസ് ഇക്വേഷൻ. ഇതാണ് ബെർണോളീസ് ഇക്വേഷൻ.
അപ്പൊ നമ്മൾ 1 ഉം 2 എന്ന് പറയുന്നത് ഒരു പോയിന്റ്സ് എടുത്തു, ഏതോ 2 ലൊക്കേഷൻ പൈപ്പിൽ എടുത്തിട്ട് ഇങ്ങനെ ഡിറൈവ് ചെയ്തു. അപ്പൊ നമുക്ക് ഇൻ ജനറൽ ഇതിനെ പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇസ് എ കോൺസ്റ്റന്റ്. ഇതെന്ന് പറയുന്ന പല ഫ്ലൂയിഡിനും പലതരത്തിലായിരിക്കും ഈ കോൺസ്റ്റന്റ് വരിക. പക്ഷെ ഇതാണ് ഏത് ഫ്ലൂയിഡാണ് എടുക്കുന്നത് അതിന്റെ ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതാണ്, ദിസ് ഇസ് ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് ഇവിടെ എന്ത് സംഭവിക്കുക, പ്രഷറും അതിന്റെ ആ ഒരു ഇതിനെ നമുക്ക് എങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ട്രീം ലൈൻ ഫ്ലോ, നമ്മളൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ് കണ്ടുപിടിച്ചത്. അങ്ങനെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലൂടെ മൂവ് ചെയ്യുമ്പോൾ സം ഓഫ് പ്രഷർ, ദെൻ ഇതെന്താണ്, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. ബിക്കോസ് ദിസ് എക്സ്പ്രഷൻ വാസ് ഫോർ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആയിരുന്നത്. സോ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു ഇൻ ജനറൽ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുമ്പോൾ ഇതാണ്: വി മൂവ് അലോങ് എ സ്ട്രീം ലൈൻ, ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലൂടെ മൂവ് ചെയ്യുമ്പോൾ, ഓക്കെ, ഫ്ലൂയിഡ് and it is moving a streamline, the sum of pressure is denoted by P, and the kinetic energy per unit volume, kinetic energy per unit volume, unit volume നമ്മൾ വോളിയം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. So this is unit volume, and the kinetic energy per unit volume is given by this one. Okay, and the potential energy per unit volume, potential energy per unit volume remains a constant. Okay, ഇതാണ് ഇതിന്റെ look. അപ്പോൾ നമുക്ക് കിട്ടിയ സംഭവം ഇതാണ്. ഞാൻ ഒന്നുകൂടെ എഴുതാം. So sum of potential energy, so it is only for a streamline flow. നമ്മൾ streamline flowയിലാണ് ഇത് അപ്ലൈ ചെയ്തത്. ഒരിക്കലും ടർബുലന്റോ അല്ലെങ്കിൽ മറ്റു നോൺ സ്റ്റഡി ഫ്ലോയ്ക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവിടെ ഓരോ പോയിന്റ് ടു പോയിന്റ് വെലോസിറ്റിയും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആവുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റിൽ വരുന്ന എല്ലാ ഫ്ലൂയിഡിനും എപ്പോഴും ആ പോയിന്റിലെ വെലോസിറ്റി സെയിം ആയിരിക്കും. പക്ഷെ എന്നാൽ ടർബുലന്റ് ഫ്ലോ എടുക്കുമ്പോൾ ഒരേ പോയിന്റിൽ തന്നെ പല വെലോസിറ്റി ആയിരിക്കും വരിക. അതുകൊണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് സ്ട്രീം ലൈൻ ഫ്ലോയിൽ മാത്രമേ പറ്റുള്ളൂ. സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം. ദിസ് ഇസ് ദ ബെർണോളിസ് ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ വിചാരിക്കാം, നമ്മളിപ്പം നമ്മുടെ പൈപ്പ് ഇങ്ങനെയാണ് എടുത്തത് അല്ലെ. സി പൈപ്പ് വാസ് ലൈക്ക് ദിസ്. ഇതൊരു H1 ഹൈറ്റിലും ഇത് H2 ഹൈറ്റിലും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. നമ്മൾ 2 പോയിന്റ് എടുത്ത്, ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും എടുത്തു. എന്നിട്ട് നമുക്ക് കിട്ടിയ എന്താണ്, സി നമുക്ക് കിട്ടിയത് ഫൈനലി ഇങ്ങനെ ഒരു P1 plus rho V1 square plus rho GH1 is equal to P2 plus rho V2 square plus rho GH2. സപ്പോസ് ഈ 2 പൈപ്പും ഒരേ ഹൈറ്റിലാണെന്ന് വിചാരിക്കുക. സി പൈപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ എടുക്കുന്ന ആ പോയിന്റിൽ അത് പൈപ്പ് ഒരേ ഹൈറ്റിലാണ് നിൽക്കുന്നത് വിചാരിക്കുക. H1ഉം H2ഉം സെയിം ആണ്. ദാറ്റ് ഇസ് ബോത്ത് ആർ സെയിം. ഒരേ ഡെപ്തിലാണ് ആ പൈപ്പിലെ വെള്ളം പോകുന്നതെന്ന് വിചാരിക്കുക. അത് H1ഉം H2ഉം സെയിം ആവുന്ന കേസിൽ, ഓക്കെ, അത് ഫ്ലൂയിഡ് ഈസ് മൂവിങ്. Suppose if fluid is moving in a constant depth, moving at a constant depth, ഒരു കോൺസ്റ്റന്റ് ഡെപ്തിലാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. ഒരു കോൺസ്റ്റന്റ് ഡെപ്തിൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന് എന്ത് പറ്റും? ഇക്വേഷന് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നതിലേക്ക് വരിക. നമ്മൾ ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്: ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1. അപ്പൊ ഇവിടെ H വരും അല്ലെ. Then P2 plus half rho V2 square plus rho G H2 ആണ്. അതിവിടെ H ആവും. അപ്പൊ ഇൻ ദാറ്റ് കേസ് എന്ത് വരും? ഈ റോ ജി എച്ചും ക്യാൻസൽ ആവും. ദാറ്റ് മീൻസ് ഇൻ ദാറ്റ് കേസ് നമുക്ക് വരുന്ന നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് P1 പ്ലസ് ഹാഫ് P പ്ലസ് ഇൻ ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാവും. ദ ഫ്ലൂയിഡ് ഈസ് മൂവിങ് അറ്റ് എ കോൺസ്റ്റന്റ് ഡെപ്ത്. ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാവും: ഹാഫ് റോ V square is a constant എന്നൊരു ജനറൽ ഇക്വേഷൻ വരും. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു ഇംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാൽ, ഫ്രം ദിസ് ഇക്വേഷൻ
യു കുഡ് സി നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രഷറും അതുപോലെ തന്നെ നമ്മുടെ വെലോസിറ്റിയും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇഫ് ദാറ്റ് യുനോ വെലോസിറ്റിയും തമ്മിൽ നമുക്കൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവേണ്ടി വരിക ഇവിടെ വരുമ്പോഴത്തേക്കും. ഓക്കെ, സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും പിയും വിയും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടായാലേ ഇത് കോൺസ്റ്റന്റ് ആവുള്ളൂ. സോ എവിടെയാണ് ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്, ഇപ്പം പ്രഷർ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡും കൂടിക്കഴിഞ്ഞാൽ ഈ ഇതൊരു റൈറ്റ് ഹാൻഡ് സൈഡിലെ ആൾ കോൺസ്റ്റന്റ് ആവുമോ? ഇല്ല. അപ്പൊ എവിടെയാണോ പ്രഷർ കൂടുന്നത്, ബിക്കോസ് റോ ഈസ് ഓൾറെഡി എ കോൺസ്റ്റന്റ്, ഹാഫ് ഈസ് എ കോൺസ്റ്റന്റ്, ഇൻ ദാറ്റ് കേസ് എവിടെയാണോ പ്രഷർ കൂടുന്നത് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് ആവണം. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേംസ് ആണ്. അപ്പൊ ഒരെണ്ണം കൂടുമ്പോൾ മറ്റേ ടേം കുറയണം. അപ്പം അപ്പൊ പ്രഷർ തൽക്കാലം കൂടുകയാണെങ്കിൽ നമുക്കറിയാം ഹാഫും റോയ്ക്കും വ്യത്യാസം വരത്തില്ല, കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് വി സ്ക്വയർ കുറഞ്ഞേ പറ്റുള്ളൂ. സോ ഇത് ഇംപ്ലൈ ചെയ്യുന്നത് പ്രഷർ ഈസ് ഹാവിങ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് വെലോസിറ്റി എന്നുള്ളതാണ്. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. സോ വേറെവർ പ്രഷർ ഈസ് ഹൈ വെലോസിറ്റി ഷുഡ് ബി ലോ. അതായത് ഇപ്പം പ്രഷർ കൂടുകയാണെങ്കിൽ വെലോസിറ്റി കുറയണം, പ്രഷർ കുറവുകയാണെങ്കിൽ വെലോസിറ്റി കൂടണം. അതാണ് ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ. ഇത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രഷർ ആൻഡ് വെലോസിറ്റി എന്നുള്ളതാണ് ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് മൂവിങ് അറ്റ് എ കോൺസ്റ്റന്റ് ഡെപ്ത്, ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പ്രഷറും വോളിയം വെലോസിറ്റിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാവുക. അത് നമുക്ക് അല്ലെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ബട്ട് നമ്മൾ നോർമൽ രീതിയിൽ നമ്മൾ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഹൈ പ്രഷർ ഉള്ളിടത്തല്ലേ ഹൈ വെലോസിറ്റി വരിക എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു. പക്ഷെ അങ്ങനെയല്ല. എവിടെയാണോ അത് ഫ്ലൂയിഡിന്റെ കാര്യമാണ് പറയുന്നത്, നമ്മളിലേക്കുള്ള ഇമ്പാക്ട് അല്ല, ഫ്ലൂയിഡിന്റെ കാര്യം. വേറെ ഫ്ലൂയിഡിന് എപ്പോഴാണോ പ്രഷർ കുറവ് അപ്പോഴായിരിക്കും ഫ്ലൂയിഡ് മാക്സിമം വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇനിയിപ്പം ഇവിടെ എടുത്തപ്പോ ചില അസംഷൻസ് എടുത്തിരുന്നു. നമ്മളിവിടെ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ എടുത്തു അല്ലെ. വി ഹാവ് ഇൻവോക്ക് ദ വർക്ക് എനർജി തിയറം, ലൈക്ക് ടോട്ടൽ വർക്ക് ഡൺ ഇസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി അങ്ങനെ പറഞ്ഞു. അപ്പം ആക്ച്വലി നമ്മളിവിടെ എനർജി ലോസ്റ്റ് ഒന്നും കണ്ടില്ല. അപ്പം നമ്മളിവിടെ ഈ ഒരു കാര്യം ഡിറൈവ് ചെയ്യാൻ എടുത്തപ്പോൾ നമ്മൾ എടുത്ത വൺ ഓഫ് ദ അസംഷൻ ഇസ് ദാറ്റ് നോ എനർജി ഇസ് ലോസ്റ്റ് എന്ന് എടുത്തു. അത് ഫ്രിക്ഷൻ മൂലമോ ഒന്നും ഒരു എനർജിയും നഷ്ടമായിട്ടില്ല എടുത്തു. പക്ഷെ ആക്ച്വലി ഇന്റേണൽ ഫ്രിക്ഷൻ കാരണം ഇൻ ആക്ച്വൽ കേസ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ എനർജി ലോസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പല ലെയേഴ്സും, ഒരു ഫ്ലൂയിഡിന് ഇങ്ങനെ പല പല സ്ട്രീം ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ഡിഫറെന്റ് ലെയേഴ്സ്, റൈറ്റ്? സോ ആ പല പല ലെയേഴ്സും പല വെലോസിറ്റീസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം ഈ ഓരോ ലെയറും അടുത്ത ലെയറിന് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അതിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യും. അങ്ങനെ ലോസ് ഓഫ് എനർജി വരും. അപ്പൊ ഇതിനാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അപ്പൊ മനസ്സിലാവും. അപ്പൊ എന്ത് പറ്റും, അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് കൈനറ്റിക് എനർജി നഷ്ടമാവും. അതായത് കുറച്ച് കൈനറ്റിക് എനർജി വിൽ ബി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. അപ്പം അതിവിടെ നമ്മൾ കൺസിഡർ ചെയ്യാതെ നോ എനർജി ലോസ്റ്റ് എന്നുള്ള തരത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബെർണോളിസ് ഇക്വേഷൻ ഇപ്പൊ നമ്മൾ ഡെറൈവ് ചെയ്ത് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈസ് ടു ഫ്ലൂയിഡ്സ് വിത്ത് സീറോ വിസ്കോസിറ്റി, വിസ്കോസിറ്റി ഇല്ലാത്ത, അതായത് നോൺ വിസ്കസ് ഫ്ലൂയിഡ്സിനാണെന്നുള്ള തരത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈസ് ടു ഫ്ലൂയിഡ് വിത്ത് സീറോ വിസ്കോസിറ്റി അല്ലെങ്കിൽ നോൺ വിസ്കസ് ഫ്ലൂയിഡ്സിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അതൊരു വിസ്കസ് ഡ്രാഗ് ഉണ്ടെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ പിന്നെ അവിടെ ഹോൾഡ് ചെയ്യത്തില്ല. ഓക്കെ, വിസ്കസ് ഡ്രാഗ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇറ്റ് അപ്ലൈസ് ഓൺലി ടു ഫ്ലൂയിഡ്സ് വിത്ത് സീറോ വിസ്കോസിറ്റി. ഓക്കെ, ആൻഡ് മറ്റൊരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൂയിഡിനെ ഇവിടെ we have taken another assumption എന്ന് പറയുന്നത് നമ്മളിവിടെ while we are deriving നമ്മൾ എടുത്തത് ഇറ്റ് ഈസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിനാണ് എടുത്തത്. ഓക്കെ,
ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആയിട്ടാണ് എടുത്തിരുന്നത്. അതിന്റെ എലാസ്റ്റിക് എന്ത് ഫ്ലൂയിഡ് ആക്ച്വലി പൊസസ് സം പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അണ്ടർ പ്രഷർ അത് ഫ്ലൂയിഡും പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യും. പക്ഷെ അതൊന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ആക്ച്വലി വാട്ടർ ആണെങ്കിലും നമുക്ക് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്ലി കംപ്രസിബിൾ ആണ് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ഓൾ. ബട്ട് ഫ്ലൂയിഡിനെ നമ്മളിവിടെ ഇൻകംപ്രസിബിൾ ആക്കിയാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അങ്ങനെ രണ്ട് അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പം ഡിറൈവ് ചെയ്തത്. അപ്പം അതും ശ്രദ്ധിക്കുക, അതിവിടെയും കൺസിഡർ ചെയ്തിട്ടില്ല. എലാസ്റ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡും ഇവിടെ എടുത്തിട്ടില്ല. അപ്പം ഇതിന് ഒരുപാട് എന്താണ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഫിനോമിന, അത് ലോ വിസ്കോസിറ്റി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെന്താണ്, നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. ഒരിക്കലും ഞാൻ പറഞ്ഞു ബെർണോളിസ് പ്രിൻസിപ്പിൾ ഒരിക്കലും നോൺ സ്റ്റഡി ഫ്ലോയ്ക്ക് പറ്റില്ല. കാര്യം ഇവിടെ വെലോസിറ്റിയും പ്രഷറും ടൈമിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. വെലോസിറ്റിക്ക് ഒരു ടർബ്യൂലന്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഓരോ പോയിന്റിലും വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻ ദാറ്റ് കേസ് നമ്മളിപ്പോ കണ്ടതുപോലെ തന്നെ വെലോസിറ്റിയും പ്രഷറും തമ്മിലൊരു ബന്ധമുണ്ട്. സോ അവിടുത്തെ പ്രഷറും വെലോസിറ്റി ഒക്കെ കോൺസ്റ്റന്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ Bernoulli's equation doesn't hold for non-steady അല്ലെങ്കിൽ turbulent flow. അവിടെ ഒന്നും Bernoulli's equation ഹോൾഡ് ചെയ്യില്ല. ഓക്കെ, ഇറ്റ്സ് ഓൺലി ഫോർ സ്ട്രീംലൈൻ ഫ്ലോ. ഓക്കെ, അപ്പൊ അത് നോക്കുക. അപ്പം ഇനി നോക്കുക, ഒരു ഫ്ലൂയിഡ്, ഇഫ് ഇറ്റ് ഫ്ലൂയിഡ് ഇസ് അറ്റ് റെസ്റ്റ് എന്ന് ചിന്തിക്കുക. ഫ്ലൂയിഡ് വിച്ച് ഇസ് അറ്റ് റെസ്റ്റ്, അത് മൂവ് ചെയ്യുന്നില്ല, ഫ്ലോ ചെയ്യാത്ത ഒരു ഫ്ലൂയിഡ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഒബ്വിയസ്ലി അതിന്റെ വെലോസിറ്റി സീറോ ആയിരിക്കില്ലേ? ഇതിന്റെ വെലോസിറ്റി സീറോ ആയിരിക്കും. അപ്പൊ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ജനറൽ ഫോം നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് ഇങ്ങനെയാണ് P1 rho g h1 plus half rho v1 square is equal to P2 plus rho g h2 plus half rho v2 square. ഇങ്ങനെയാണ്. അപ്പം if the fluid is at rest, ഈ ഒരു കണ്ടീഷനിൽ ഇത് ഈ ജനറൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ എങ്ങനെ വരും? ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ്, ഈ വി ടേമും പോകും. ദാറ്റ് മീൻസ് P1 plus rho g h1 is equal to P2 plus rho g h2 എന്ന് വരും. അപ്പൊ നമുക്ക് ഈ P1നെയും P2നെയും ഇങ്ങനെ കൊണ്ടുവരാം. ഈ P2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെ വരും. P1 minus P2 is equal to rho g into h2 minus h1. ഈ ഇക്വേഷൻ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. എവിടെയാണ് നമ്മൾ ഒരു കാര്യം ഡെറൈവ് ചെയ്ത്, ഒരു വെള്ളത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് രണ്ട് പോയിന്റ്സ് എടുത്തു, 1 ഉം 2. അപ്പൊ അവർ തമ്മിലുള്ള പ്രഷർ വ്യത്യാസം എന്തായിരുന്നു? P2 minus P1 is equal to rho g h. ഈ ഡിസ്റ്റൻസ് ആണ് h. സി, ആ സെയിം സംഭവം തന്നെയല്ലേ നമുക്ക് ഇവിടെ വീണ്ടും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, രണ്ട് പോയിന്റ്സിലെ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ഫംഗ്ഷൻ ഓഫ് ഹൈറ്റ് ഓൺലി. ഇത് തന്നെയാണ് നമുക്ക് വീണ്ടും ബെർണോളിസ് ഇക്വേഷനിൽ നിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ്, ഫ്ലോയിങ് അല്ലെങ്കിൽ എന്താണ്, പ്രഷർ ഡിഫറൻസ് ഇസ് ജസ്റ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഹൈറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പ്രഷർ കൂടുമ്പോൾ, അതായത് പ്രഷറും ഹൈറ്റും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് അത്. ഈ ഒരു ഡെപ്ത് ഇവിടെ h എന്ന് പറയുന്ന h denotes the depth. അത് ഡെപ്ത് കൂടുന്തോറും പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന വെള്ളമാണെങ്കിൽ അത് ലെസ് പ്രഷറിലായിരിക്കും ദാൻ വെള്ളം സ്ലോ ആയിട്ട് ഒഴുകുന്ന വെള്ളത്തിനെക്കാട്ടും. ഓക്കെ, അപ്പം സ്ട്രീം ലൈനിലൂടെ പോകുമ്പോൾ സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഇസ് ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ബെർണോളിസ് പ്രിൻസിപ്പിൾ. സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, as we move along a streamline, it is only for streamline flow. The sum of pressure plus kinetic energy per unit volume plus potential energy per unit volume will be a constant. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഇൻവോക്ക് ചെയ്ത പ്രിൻസിപ്പിള് കൺസർവേഷൻ ഓഫ് എനർജി ആയിരുന്നു. ആ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ എനർജി ലോസേജ് ഒന്നും എടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് ഇവിടെ വരുന്ന എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ലോസ് വിസ്കോസിറ്റി കാരണമാണ്.
അപ്പം അത് എടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൺസർവേഷൻ ഓഫ് എനർജി വിച്ച് ഇസ് അപ്ലൈഡ് ടു നോൺ വിസ്കസ് ഫ്ലൂയിഡ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നോൺ വിസ്കസ് ഫ്ലൂയിഡിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആൻഡ് ദാറ്റ് ടു ഇൻ സ്റ്റഡി സ്റ്റേറ്റ് മോഷൻ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ. ഇറ്റ് കുഡ്ന്റ് ബി അപ്ലൈഡ് ടു ടർബ്യുലന്റ് ഫ്ലോ. Okay, and the statement zero viscosity, non viscous means zero viscosity. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ്. ഓക്കെ, അങ്ങനെ ഒരു ഫ്ലൂയിഡ് ഐഡിയലി നമുക്ക് നമ്മൾ നോൺ വിസ്കസിനെക്കാട്ടും ലോ വിസ്കസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ കാണാം. സോ താങ്ക് യു.